ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നു. നമ്മളത് ശ്രദ്ധിക്കാറേയില്ല. ഒരു സാധാരണ കൂടിക്കാഴ്ച, ഒരു സാധാരണ സംഭാഷണം, യാത്ര വിരിയൽ. പക്ഷെ പിന്നീട് അവരെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. ഒരു കാലത്ത് ദിവസവും സംസാരിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ എവിടെയോ മറഞ്ഞു പോയതുപോലെ. ഇതിനൊരു വിചിത്രമായ തിയറിയുണ്ട്. ആ തിയറിയുടെ പേരാണ് ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി. ഈ തിയറി പറയുന്നത് ഓരോ മനുഷ്യബന്ധത്തിനും ഒരു ലക്ഷ്യമുണ്ട് എന്നാണ്. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാൻ, ചിലർ പഠിപ്പിക്കാൻ, ചിലർ നമ്മളെ തകർക്കാൻ പോലും. പക്ഷേ ഓരോരുത്തരും നമ്മളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി വച്ചിട്ടാണ് പോകുന്നത്. അവരിലൂടെ നമ്മൾ പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ, അവരിലൂടെ ജീവിതം നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ, പിന്നീട് പ്രകൃതി തന്നെ ആ ബന്ധത്തെ പതുക്കെ അകറ്റുമെന്നാണ് ഈ തിയറി പറയുന്നത്, ദ ലാസ്റ്റ് മീറ്റിംഗ് തിയറി. അതുകൊണ്ടാണ് ചിലർ ഒരേ നാട്ടിൽ ജീവിച്ചിട്ടും ഒരേ കൂട്ടുകാരുണ്ടായിട്ടും വീണ്ടും ഒരിക്കലും തമ്മിൽ കാണാതെ പോകുന്നത്. പക്ഷേ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? അവസാനമായി കണ്ടുമുട്ടുന്ന ആ നിമിഷത്തിൽ അതാണ് അവസാന കൂടിക്കാഴ്ചയെന്ന് ഇരുവർക്കും അറിയില്ല. അവസാനമായി പറയുന്ന ഗുഡ് ബൈ, പിന്നെ കാണാമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ വീണ്ടും ഒരിക്കലും നടക്കാത്ത ഒരു വാക്കായിരിക്കാം. ഈ തിയറി മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. നമ്മൾ ഒരിക്കൽ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ചില പാട്ടുകൾ, ചില സ്ഥലങ്ങൾ, ചില ശീലങ്ങൾ, ചില സ്വപ്നങ്ങൾ പോലും ഒരു ദിവസം നമ്മളിൽ നിന്ന് മറഞ്ഞു പോകും. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില ആളുകളുമായുള്ള ഈ നിമിഷങ്ങൾ പോലും, ഈ നിമിഷം നിങ്ങളറിയാതെ നടക്കുന്നത് അവസാന കൂടിക്കാഴ്ചയായിരിക്കാം, ദ ലാസ്റ്റ് മീറ്റിംഗ്.